ഗൾഫ് രാജ്യങ്ങൾക്ക് കനത്ത മുന്നറിയിപ്പുമായി ഇറാൻ. അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് ഇനി മുതൽ ഗൾഫ് രാജ്യങ്ങൾ സംരക്ഷണ കവചമാകാൻ പാടില്ലെന്നും അങ്ങനെ സംഭവിച്ചാൽ യാതൊരു ദാക്ഷിണ്യവും ഉണ്ടാകില്ലെന്നും ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള മുസ്തഫ ഖമേനി പ്രഖ്യാപിച്ചു. അമേരിക്കയ്ക്കും ഇസ്രായേലിനുമൊപ്പം ഗൾഫ് രാജ്യങ്ങളെയും ലക്ഷ്യമിട്ടുള്ള ഇറാന്റെ ഈ പുതിയ നീക്കം പശ്ചിമേഷ്യയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമോ? കഴിഞ്ഞ കുറച്ചു നാളുകളായി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടാതിരുന്ന 58 വയസ്സുകാരനായ ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുസ്തഫ ഖമേനി തന്റെ ടെലിഗ്രാം ചാനലിലൂടെയാണ് ഈ രൂക്ഷമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകിയത്. മാർച്ച് 8 മുതൽ അദ്ദേഹം ഒളിവിലാണെന്നാണ് റിപ്പോർട്ടുകൾ. കാലിന് ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹം ഏതോ രഹസ്യ കേന്ദ്രത്തിൽ നിന്നാണ് വീഡിയോ കോൺഫറൻസ് വഴി ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തുന്നത് എന്നൊക്കെയുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. അമേരിക്കയെ വലിയ സാത്താനെന്നും ഇസ്രായേലിനെ അമേരിക്കയുടെ പരിശീലനം ലഭിച്ച മൃഗം എന്നുമാണ് ഖമേനി തന്റെ പ്രസ്താവനയിൽ വിശേഷിപ്പിച്ചത്. ഇനി ഇത് ശരിക്കും മുസ്തഫ ഖമേനി അല്ലെങ്കിൽ കൂടി, അതായത് യഥാർത്ഥ ഖമേനി കൊല്ലപ്പെട്ട് ഇപ്പോൾ അദ്ദേഹത്തെ മറയാക്കി മറ്റാരുമാണ് ഇതെല്ലാം പറയുന്നതെങ്കിൽ കൂടി അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് IRGCക്ക് ശക്തനായ ഒരു ബദൽ നേതാവിനെ കിട്ടിയിട്ടില്ല എന്നതാണ്. അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് ഇനിയും സംരക്ഷണം നൽകിയാൽ സൗദി അറേബ്യ, UAE, ഖത്തർ തുടങ്ങിയ അയൽ രാജ്യങ്ങളോട് യാതൊരു കരുണയും കാണിക്കില്ല എന്നാണ് ഇറാന്റെ നേരിട്ടുള്ള ഭീഷണി. കരനാവിക വ്യോമതലങ്ങളിൽ അമേരിക്കയ്ക്കും സയനിസ്റ്റ് ഭരണകൂടത്തിനുമെതിരെ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് പോരാടുന്ന തങ്ങളുടെ സായുധ സേനയും മുജാഹിദീനുകളെയും പ്രശംസിക്കുന്നുണ്ട് ഖമേനിയുടെ പ്രസ്താവന. തെക്കൻ ഇറാനിലെ മിസൈൽ താവളങ്ങൾക്കും നാവികസേനയുടെ ബോട്ടുകൾക്കും നേരെ അമേരിക്കൻ സൈന്യം ആക്രമണം നടത്തി മണിക്കൂറുകൾക്ക് ശേഷമാണ് ഖമേനിയുടെ ഈ പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ 3 മാസമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ടെഹ്റാനും വാഷിംഗ്ടണും തമ്മിൽ സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ഈ കടുത്ത നിലപാട്. ഇസ്രായേൽ അതിന്റെ അവസാന ഘട്ടത്തിലാണെന്നും അടുത്ത 25 വർഷത്തിനുള്ളിൽ ആ രാജ്യം തന്നെ ഇല്ലാതാകുമെന്നും ഒക്കെ ഖമേനി അവകാശപ്പെടുന്നുണ്ട് ഈ പ്രസ്താവനയിൽ. പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ സ്വാധീനം അനുദിനം കുറഞ്ഞു വരികയാണെന്നാണ് ഇറാന്റെ വിലയിരുത്തൽ. ഗൾഫ് മേഖലയിൽ ഇനി അമേരിക്കയ്ക്ക് ഒരു സുരക്ഷിത താവളം ഉണ്ടാകില്ല എന്ന് ഖമേനിയുടെ പ്രസ്താവന തീർത്തു പറയുന്നു. കാലത്തിന്റെ ചക്രം ഒരിക്കലും പിന്നോട്ട് തിരിക്കാനാകില്ല എന്ന് രൂപകം ഉപയോഗിച്ചിട്ടാണ് മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ ആധിപത്യം എന്നേക്കുമായി അവസാനിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയത്. അമേരിക്കയ്ക്ക് തങ്ങളുടെ സൈനിക താവളങ്ങൾ നിലനിർത്താനോ കുഴപ്പങ്ങൾ സൃഷ്ടിക്കാനോ ഉള്ള സുരക്ഷിത ഇടമായി ഗൾഫ് രാജ്യങ്ങൾ മാറാൻ പാടില്ല. അതായത് അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് ഇടം നൽകുന്ന ഗൾഫ് രാജ്യങ്ങളെ അമേരിക്കയുടെ പക്ഷത്തുള്ള ശത്രുക്കളായി കണക്കാക്കുമെന്ന കൃത്യമായിട്ടുള്ള സന്ദേശം തന്നെയാണ് IRGC നൽകുന്നത്. ചുരുക്കത്തിൽ അമേരിക്കയോടും ഇസ്രായേലിനോടുമുള്ള ശത്രുത ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലേക്കും ഇറാൻ വ്യാപിപ്പിക്കുകയാണ്. സൗദിയും UAEയും ഖത്തറും ഈ ഭീഷണിയെ എങ്ങനെ നേരിടുമെന്നതാണ് ഇനി ലോകം ഉറ്റുനോക്കുന്നത്. അമേരിക്കൻ താവളങ്ങൾക്കെതിരെ ഇറാൻ ആക്രമണം കടുപ്പിച്ചാൽ അത് പശ്ചിമേഷ്യയെ മൊത്തത്തിൽ ഒരു സമ്പൂർണ്ണ യുദ്ധക്കളമാക്കി മാറ്റിയേക്കാം. ന്യൂസ് ഡെസ്ക്.